ഒരു മാസത്തിലേറെയായി പശ്ചിമേഷ്യയെ രക്തരൂക്ഷിതവും സംഘർഷഭരിതവുമാക്കിയ യുദ്ധത്തിന് താൽക്കാലിക വിരാമമായിരിക്കുകയാണ്. ട്രംപിന്റെ അന്ത്യശാസനം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെയാണ് ഇറാനും യുഎസും താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഇറാൻ യുദ്ധത്തിൽ 3 രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എങ്കിലും അത് പ്രത്യക്ഷത്തിൽ ബാധിച്ചത് ഗൾഫ് രാജ്യങ്ങളെ കൂടിയാണ്. പരോക്ഷമായി യൂറോപ്യൻ രാജ്യങ്ങളെയും പൊതുവെ ലോകത്തെ ആകമാനവും അത് ബാധിച്ചിട്ടുണ്ട്. യുദ്ധം നിർത്തിക്കിട്ടാൻ ഇന്ത്യ ഉൾപ്പെടെ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ യുദ്ധം ബാധിക്കാത്ത, യുദ്ധം അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായി സമാധാന ശ്രമങ്ങൾ നടത്താത്ത 2 ശക്തരായ രാജ്യങ്ങളുമുണ്ട്: റഷ്യയും ചൈനയും. റഷ്യ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധങ്ങൾ നേരിടുന്നുണ്ട്. പോരാത്തതിന് ആവശ്യത്തിനുള്ള അസംസ്കൃത എണ്ണയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അയൽപ്പക്കത്തും മറ്റിടങ്ങളിലും എന്ത് നടന്നാലും റഷ്യയെ അത് ബാധിക്കില്ല. കാരണം അവർക്ക് മിക്ക രാജ്യങ്ങളുമായും ബന്ധമില്ല. ഇറാനുമായും ചൈനയുമായും ഉത്തര കൊറിയയുമായും മാത്രം സാമ്പത്തിക ബന്ധം ഉണ്ടെന്ന് പറയാം. ആയുധ കച്ചവടത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെ ചില രാജ്യങ്ങളുമായും ഈ ബന്ധമുണ്ട്. എന്നാൽ ചൈന അത്തരം ഒരു രാജ്യമല്ല. എല്ലാ പ്രമുഖ രാജ്യങ്ങളുമായും സാമ്പത്തിക ബന്ധമുള്ള ചൈന ഇറാൻ യുദ്ധത്തിൽ ഇടപെട്ടില്ല എന്ന് പറയാം. ആത്മാർത്ഥമായി സമാധാനത്തിന് ശ്രമിക്കുന്നുമില്ല. രാജ്യങ്ങൾക്ക് വൻ പണം വായ്പ നൽകി അവരെ കടക്കെണിയിലാക്കി വരുതിയിലാക്കുന്ന ബുദ്ധി തന്നെയാണ് ഇറാൻ യുദ്ധത്തിന്റെ കാര്യത്തിലും ചൈന ഉപയോഗിച്ചത് എന്ന് പറയേണ്ടി വരും. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് UN രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച നിർണായക പ്രമേയം റഷ്യയും ചൈനയും വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തിയത് ശരി തന്നെയാണ്. പക്ഷേ ലോകത്തെ ചൈനീസ് സമ്പദ്ഘടനയിലേക്ക് അടുപ്പിക്കാനുള്ള തന്ത്രം കൂടി ചൈന നടത്തുകയായിരുന്നു മറ്റൊരു സൈഡിലൂടെ. മിഡിൽ ഈസ്റ്റിൽ മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുമ്പോഴും ചൈനയുടെ പ്രതികരണം അസാധാരണമാണ്. അവർ ഒന്നും ചെയ്തില്ല, ചെയ്യുന്നുമില്ല. ഇറാൻ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാതെ തന്ത്രപരമായ ദൂരം പാലിക്കുകയായിരുന്നു ചൈന. ദി എക്കണോമിസ്റ്റ് മാസികയുടെ ഏറ്റവും പുതിയ കവറിൽ ചൈനയുടെ മനസ്സിലിരിപ്പ് നന്നായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ശത്രു തെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും തടസ്സപ്പെടുത്തരുത്. അത് എത്രത്തോളം ശരിയാണ് എന്ന് പരിശോധിക്കാം. ഇറാനിൽ സ്വന്തം സൈനികരെ വിന്യസിച്ചില്ല. ഇറാന്റെ ശത്രുക്കൾക്കെതിരെ ബോംബുകൾ വർഷിച്ചില്ല. ഉച്ചത്തിലുള്ള പ്രസ്താവനയില്ല. എന്നാൽ ഇറാൻ അനുവദിച്ച എണ്ണ വലിയ വിലക്കുറവിൽ വാങ്ങുന്നു. അങ്ങനെ ഇറാൻ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ വിസമ്മതിച്ച, എന്നാൽ തന്ത്രപരമായി നിലനിൽക്കുന്ന ഒരു രാജ്യമുണ്ട് എങ്കിൽ അത് ചൈനയാണ്. നിശബ്ദമായിരുന്ന് സംഭവങ്ങൾ നിരീക്ഷിക്കുന്ന ചൈനയുടെ തന്ത്രം ലോകം കാണാതിരിക്കില്ല. അതാണ് ദി ഇക്കണോമിസ്റ്റിന്റെ കവർ പേജ് കാട്ടുന്നത്. മിഡിൽ ഈസ്റ്റിൽ US ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായപ്പോൾ ചൈനയും അതിലേക്ക് വലിച്ചിഴക്കപ്പെടുമെന്ന് ലോകം ആശങ്കപ്പെട്ടു. അമേരിക്കയുമായി നേരിട്ട് ഏറ്റുമുട്ടുമെന്ന് ലോകം ഭയന്നുവെങ്കിലും ചൈന യുദ്ധരംഗത്ത് നിന്ന് വിട്ടുനിന്നു. സംഘർഷത്തെക്കുറിച്ച് പ്രസിഡന്റ് ഷീ ജിൻപിങ് പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരാനും അതിന്റെ ആണവമോഹങ്ങളെ പരാജയപ്പെടുത്താനും അനന്തമായ യുദ്ധത്തിൽ അമേരിക്ക ഏർപ്പെടുന്നത് ഷീ ജിൻപിങ് നോക്കി നിന്നു. യുദ്ധത്തിൽ ഏർപ്പെട്ടതിൽ അമേരിക്കയ്ക്ക് ഇതുവരെയുണ്ടായ ഫലം കനത്ത യുദ്ധച്ചെലവ്, ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടായ വിശ്വാസക്കുറവ്, നാറ്റോ സഖ്യകക്ഷികളുമായുള്ള സംഘർഷം. ചൈന ഇതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. ഇതാണ് ദി ഇക്കണോമിസ്റ്റ് കവറിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. തലക്കെട്ട് അടിസ്ഥാനപരമായി ഫ്രഞ്ച് ചക്രവർത്തിയായ നെപ്പോളിയൻ ബോണപാർട്ടിന്റെ ഉദ്ധരണിയാണ്. ഒരു സൈനിക പശ്ചാത്തലത്തിൽ അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് നിങ്ങളുടെ എതിരാളി ഒരു തെറ്റ് അല്ലെങ്കിൽ ചെലവേറിയ നീക്കം ചെയ്യുമ്പോൾ ഇടപെടുന്നതിനേക്കാൾ നിരീക്ഷിക്കുന്നതാണ് ബുദ്ധി എന്നാണ്. മാസികയുടെ മുഖചിത്രവും പ്രതീകാത്മകമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ മങ്ങിയ ചിത്രത്തോടുകൂടിയ ചിത്രത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ഷാർപ്പ് ഫോക്കസ് ചെയ്യുന്നു. അമേരിക്ക മിഡിൽ ഈസ്റ്റ് പ്രക്ഷുബ്ധതയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അസ്ഥിരമായ ഒരു ലോകത്ത് ബീജിംഗ് നേട്ടമുണ്ടാക്കുമെന്ന ആഗോള ധാരണയെ ഇത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. സംഘർഷം തുടങ്ങിയപ്പോൾ ട്രംപിന്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. എണ്ണപ്രവാഹം നിയന്ത്രിക്കുന്നത് ലോകവേദിയിൽ ശക്തി കൊണ്ടുവരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വിശ്വസിക്കുന്നു. വെനസ്വേലയിൽ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടാനും രാജ്യത്തെ വലിയ ക്രൂഡൽ കരുതൽ ശേഖരം തട്ടിയെടുക്കാനുമുള്ള ഓപ്പറേഷൻ ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ നീക്കമായിരുന്നു. ഇറാന്റെ ഊർജ സ്രോതസ്സുകൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കുന്നത് ട്രംപിന്റെ പട്ടികയിൽ അടുത്തതായി. ഇറാനിയൻ ക്രൂഡ് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ചൈനയുമായുള്ള വിലപേശലിന് ട്രംപ് ഇതുവരെ ശ്രമിക്കാത്തത് അന്താരാഷ്ട്ര നിരീക്ഷകരെ അമ്പരപ്പിച്ചിട്ടുണ്ട്. നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച അടുത്ത മാസം ബെയ്ജിങ്ങിൽ നടക്കുമ്പോൾ ഇത് സംഭവിക്കുമെന്ന് ചിലരെങ്കിലും പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇറാനിൽ ട്രംപിന് അടിതെറ്റി. കണക്കുകൂട്ടലുകൾ എല്ലാം പിഴച്ചു. ട്രംപ് പ്രതീക്ഷിക്കാത്ത പ്രതിരോധമാണ് ഇറാൻ കാഴ്ചവെച്ചത്.
ലോകത്തിലെ എണ്ണവാതകത്തിന്റെ 1/5 കടന്നുപോകുന്ന സുപ്രധാന ജലപാതയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ഇറാൻ ഒരു അപ്രതീക്ഷിത നീക്കം നടത്തി. ട്രംപ് തയ്യാറാക്കി വെച്ച ചതുരംഗ പലകയിൽ ഹോർമൂസിന് സ്ഥാനമുണ്ടായിരുന്നില്ല. ഹോർമൂസ് വഴി ഇറാൻ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബന്ദിയാക്കി. ഈ യുദ്ധക്കളികൾക്കിടെ ചൈന അവരുടെ രാജ്യത്തെ കൂടുതൽ സുരക്ഷിതമാക്കുകയായിരുന്നു. ഹോർമൂസ് അടച്ചുപൂട്ടലിനെ നേരിടാൻ ചൈന നേരത്തെ പദ്ധതിയൊരുക്കി. എണ്ണയുടെയും വാതകത്തിന്റെയും കാര്യത്തിൽ ഇതിനകം തന്നെ നല്ല നിലയിലാണ്. ആവശ്യത്തിന് കരുതൽ ശേഖരമുണ്ട് അവർക്ക്. ഇറാന്റെ പ്രധാന സഖ്യകക്ഷിയായതിനാൽ സമീപ ആഴ്ചകളിൽ ഷാഡോ ഫ്ലീറ്റുകൾ, അതായത് സാധാരണയായി ഇൻഷുറൻസ് ഇല്ലാത്ത പഴയ കപ്പലുകൾ വഴി ദശലക്ഷക്കണക്കിന് ബാരൽ ഇറാനിയൻ എണ്ണ ചൈനയ്ക്ക് ലഭിച്ചു. കൂടാതെ 8 രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ എത്തിച്ചും കാര്യങ്ങൾ ശുഭമാക്കി. വാസ്തവത്തിൽ ചൈന അത്തരം സാഹചര്യങ്ങൾക്കായി വർഷങ്ങളോളം തയ്യാറെടുത്തിരുന്നു. വലിയ കരുതൽ ശേഖരം കെട്ടിപ്പടുക്കുകയും ഹൈഡ്രോ കാർബൺ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും പുനരുപയോഗ ഊർജത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് ഇത് എണ്ണ പ്രതിസന്ധിയിൽ നിന്ന് സ്വയം അകന്നു നിന്നു. ചൈനയുടെ ശക്തി അവരുടെ ടീപോട്ട് റിഫൈനറുകളാണ്. US ഉപരോധം മറികടക്കാനായി ഇറാനും റഷ്യയും വിൽക്കുന്ന വില കുറഞ്ഞ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യാൻ ചൈന ഉപയോഗിക്കുന്ന ചെറിയ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങളാണ് ടീപോട്ട് റിഫൈനറുകൾ. ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനികളല്ല ഇവ. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയാണ്. മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിനിടയിൽ ഈ ടീപ്പോ റിഫൈനറുകളാണ് ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമായി നിലനിർത്തുന്നത്. മാത്രമല്ല, ലോകത്തിലെ 2ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈനയിലെ കാർ വിൽപ്പനയുടെ പകുതിയോളം ഇലക്ട്രിക് കാറുകളാണ്. ഇത് രാജ്യത്തെ ഇന്ധന പമ്പുകളിൽ സമ്മർദ്ദം ചെലുത്താതിരിക്കാൻ സഹായിച്ചു. അങ്ങനെ അയൽ രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായി അരാജകത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഒരു സ്ഥിരതയുള്ള ബദലായി ചൈന സ്വയം നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഇറാൻ യുദ്ധത്തിൽ US-നെയോ ഇസ്രയേലിനെയോ അക്രമികൾ എന്ന് വിളിക്കാതെ അവരുടെ ശത്രുത ഒഴിവാക്കാനും ചൈന ശ്രദ്ധിച്ചു. അതിന്റെ പിന്നിലെ ചിന്ത ഭാവിയിലെ സംഘർഷങ്ങളെ ഭാവിയിൽ നില ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കാം എന്നതാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. US-നും ഇറാനുമിടയിൽ സാധ്യതയില്ലാത്ത മധ്യസ്ഥനായി ഉയർന്നുവന്ന പാകിസ്ഥാൻ ചൈനയുടെ പിന്തുണ തേടിയത് ആ തന്ത്രത്തിന്റെ ഭാഗമാണ്. ചൈനയ്ക്ക് സമാധാന ശ്രമങ്ങളുടെ അപ്പോസ്തലനാകാനുള്ള അവസരമാണ് പാകിസ്ഥാൻ ഒരുക്കിയത്. വെടിനിർത്തലിനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുമുള്ള 5 പോയിന്റ് പദ്ധതി ചൈന പുറത്തിറക്കി. ബെയ്ജിംഗ് വാഷിംഗ്ടണിനെ നേരിടുകയോ അതിനെ വിമർശിക്കുകയോ ചെയ്തില്ല. അവിടെ മുതൽ ചൈന അതിന്റെ നയതന്ത്രം ശക്തമാക്കി. ഒരു നീണ്ട യുദ്ധം ചൈനയ്ക്കും സഹായകരമല്ല. എണ്ണ പ്രതിസന്ധി മൂലം അസ്ഥിരമായ ആഗോള സമ്പദ് വ്യവസ്ഥ ലോകമെമ്പാടും ചരക്കുകൾ വിൽക്കാനുള്ള ചൈനയുടെ കഴിവിനെ സാരമായി ബാധിക്കും. പക്ഷേ ഇറാൻ സംഘർഷം ഇനി രൂക്ഷമായാൽ ഗൾഫിലെ തീകെടുത്താനേ US-ന് സമയമുണ്ടാകും. ഇത് ഇന്തോ പസഫിക് മേഖലയിൽ നിന്ന് അമേരിക്കയുടെ ശ്രദ്ധ തിരിച്ചുവിടും. നിലവിൽ താൽക്കാലിക വെടിനിർത്തൽ വന്നുവെങ്കിലും ഹോർമൂസിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് ആർക്കും അറിയില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഊർജ്ജ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുള്ള രാജ്യങ്ങൾ ചൈനീസ് ഗ്രീൻ ടെക്നോളജിയിലേക്ക് ആകർഷിക്കപ്പെടും. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ സംഘർഷത്തിൽ സ്വയം ഇടപെടുന്നതിനേക്കാൾ ഉയർന്നു വരുന്ന ലോകക്രമം നിർണായകമാണ്. അമേരിക്കയുടെ സർവാധിപത്യ പ്രകടനം നല്ലതിനല്ല എന്ന സന്ദേശം ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയ ബ്രിക്സ് രാജ്യങ്ങൾക്ക് നൽകാനും ചൈന ശ്രമിക്കും. ഇപ്പോൾ ചൈനയുടെ സമീപനം ലളിതമാണ്. ഇനിയും യുദ്ധമുണ്ടായാൽ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടരുത്. യുദ്ധം എന്തൊക്കെ എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് കാത്തിരുന്ന് കാണുക. ചിലപ്പോൾ ഇതുപോലുള്ള വലിയ സംഘട്ടനങ്ങൾക്കിടയിലെ ഏറ്റവും ശക്തമായ നീക്കം ഒരു നീക്കവും നടത്താതിരിക്കുക എന്നതാണ്. യുദ്ധത്തിന്റെ സാമ്പത്തിക തകർച്ച ദീർഘകാല അടിസ്ഥാനത്തിൽ ചൈനയ്ക്ക് ഗുണം ചെയ്തേക്കും.